Friends, welcome to the channel. 𝙤𝙣𝙧𝙖𝙬 channel स्वागതം. എൻ്റെ പേര് അജയ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു 1 വീക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അതിന് മോണിറ്റൈസ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളൊരു ന്യൂസ് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബേഴ്സ് കൂടെ തന്നെ വിടുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ്. പിന്നെ നമുക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോണിറ്റൈസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ കുറേ പേര് ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയത്ത് കുറേ പേര് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് യൂട്യൂബിലേക്ക് കയറി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ വാച്ച് അവറും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു ടിപ്സ് ആൻഡ് ട്രിക്സാണ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പിടിക്കുക. അതിനോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് തന്നെ തന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഡയറക്റ്റ് പിടിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പോൾ എല്ലാം തുടങ്ങാനായിട്ട് മുമ്പ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മിനിമം ഒരു 10 to 20 വീഡിയോസ് ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു തീം ഉണ്ടാക്കുക ഫസ്റ്റ്. എന്നിട്ട് ആ തീമിൽ അക്കോർഡിംഗ്ലി നമുക്ക് ഒരു 10 or 20 വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അത്യാവശ്യം കണ്ടൻറ്റും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടി നോക്കിയിട്ട് ഒരു 10 or 20 വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പിന്നെ അടുത്ത വരുന്ന മെയിൻ പോയിന്റ്സ് ഉണ്ട്. നമുക്കിതിപ്പോൾ മെയിനായിട്ട് എല്ലാവരും ഇപ്പോൾ ചെയ്യണതും എല്ലാവരും പറയണതുമായിട്ടുള്ള പോയിന്റ് തന്നെ നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ ആഡിനെ കുറിച്ചാണ്. അപ്പോൾ ഗൂഗിൾ ആഡ് നിങ്ങൾക്ക് അറിഞ്ഞായിരിക്കും. അപ്പോൾ ഗൂഗിളിനെ തന്നെ ഒരു ആഡിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സൈറ്റാണ് ആക്ച്വലി. നമുക്കിപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് എങ്ങനത്തെ എന്താ പറയുക എങ്ങനെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം, എങ്ങനെ നമ്മുടെ വീഡിയോയിന് പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അതിന് വേണ്ടി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ അതിൻ്റെ കിട്ടൂട്ടാ. വേണമെന്നുള്ളവർക്ക് നമുക്ക് കമ്പനി ചെയ്താൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ കൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. വെച്ച് ഒരു 100 രൂപ അങ്ങനെയൊക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ അത് ഇത് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റായിട്ട് ഒരു ബന്ധപ്പെടുന്നുണ്ട്. വെച്ചാൽ 10 to 20 വീഡിയോസിൽ അതിൽ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ഈ 10-20 വീഡിയോസിൽ ഒരു ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ചിലപ്പോൾ ഒരു 100 ആയിരിക്കും, ചിലപ്പോൾ ഒരു 200 ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 50 ആയിരിക്കും. അതിൽ ഏറ്റവും വ്യൂസ് ഉള്ള വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ വെച്ചാൽ ഓൾറെഡി അതിന് റീച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രൊമോട്ടിങ് വഴി ഇപ്പോൾ ആഡ് വഴി നമുക്കിപ്പോൾ വേറെ ആൾക്കാരിലേക്കും ഈ വീഡിയോസ് കിട്ടും. അപ്പോൾ അങ്ങനെ വീഡിയോ പ്രൊമോട്ടായി പോയിക്കോളും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാവരും ഗൂഗിൾ ആഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയില്ല. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും പ്രൊമോട്ട് ചെയ്യുന്നതിന് വരെ ഒരു മെയിൻ റീച്ച് കിട്ടുന്ന ഒരു ആഡ് വീഡിയോ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മെയിൻ ടിപ്സ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ആദ്യം വരുന്നത് നമ്മുടെ ഈ യൂട്യൂബ് തുടങ്ങേണ്ട അക്കൗണ്ട് തുടങ്ങേണ്ട മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ട്. നിങ്ങൾക്കൊന്ന് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. അക്കൗണ്ട് വെരിഫൈ ചെയ്താൽ ഗുണം വെച്ചാൽ നമുക്ക് നമ്മുടെ തമ്പനെയിൽസ് ഇടാം. നമുക്ക് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള തമ്പനെയിൽസ് ഇടാം. നമുക്ക് ഫോട്ടോസ് നമുക്ക് ഇഷ്ടമുള്ള ഇടാം. അല്ലെങ്കിൽ നമ്മൾ അത് വെരിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടായിട്ടാണ് തമ്പനെയിൽ വരിക. അപ്പോൾ അത് നമുക്ക് മെയിൻ തമ്പനെയിൽ പിന്നെ അടുത്ത ഇതിൻ്റെ ഒരു ലിങ്കാണ് അടുത്ത പാർട്ട്. വെച്ചാൽ നല്ല ഒരു അട്രാക്റ്റിംഗ് ആയിട്ടുള്ള തമ്പനെയിൽ ഇടുക. നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു അട്രാക്റ്റ് ആയിട്ടൊരു തമ്പനെയിൽ ഇടുക. എന്നുവെച്ചാൽ തമ്പനെയിൽ ഇടണമെങ്കിൽ നമ്മൾ ഈ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇത് 2 ലിങ്കാണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുക, ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്താലേ ഈ ഓപ്ഷൻസ് വരുള്ളൂ. അപ്പോൾ തമ്പനെയിൽ ഇടാൻ കഴിഞ്ഞാൽ നമുക്ക് അട്രാക്റ്റീവായിട്ട് നമ്മൾ തമ്പനെയിൽ ഉണ്ടാക്കാൻ എളുപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ 1080 അപ്പോൾ 1080pൻ്റെ വീഡിയോ ആണെങ്കിൽ നമുക്ക് ആ സൈസിൽ തന്നെ നമ്മളൊരു തമ്പനെയിൽ ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് സൈറ്റുകളുണ്ട് ഇഷ്ടംപോലെ. ആ സൈസ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ പേര് ചെയ്ത് വയ്ക്കുക. ക്ലീൻ ആയിട്ട് ക്ലാസിക് സ്റ്റൈലിൽ വെക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടാൽ അട്രാക്ഷൻ തോന്നും. അപ്പോൾ നമ്മൾ മറ്റേ പോലെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീഡിയോൻ്റെ ഇടയ ഭാഗത്തും അതുപോലെ ചിലപ്പോൾ വല്ല നമ്മുടെ ഈ മൂവി ചെയ്യുന്ന ഭാഗത്തിൻ്റെ ചിലപ്പോൾ ഫ്രണ്ട് പോക്ചറൊക്കെ അതിൽ കാണിക്കുക. അപ്പോൾ അങ്ങനെ അട്രാക്ഷൻ വരില്ലല്ലോ. അപ്പോൾ അട്രാക്ഷൻ വരാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണ് നമുക്ക്. ഇപ്പോൾ അടുത്ത് വരുന്നത് നമുക്ക് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാൻ നോക്കുക. അതൊരു പോസിറ്റീവ് വൈബ് വരും. എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താ പറയുക നമ്മളൊരു ഇതിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണതാണെന്ന് ഒരു ഫേസ് കാണിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ടുണ്ടായിരിക്കും എന്നൊരു ഫീൽ വരും. അത് നമുക്കൊരു എന്താ പറയുക നമ്മുടെ കാണുന്നവർക്കും ഒരു അട്രാക്ഷൻ. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പോലും കിട്ടിയ എല്ലാവർക്കും ആയിരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ യൂട്യൂബിൽ ഉണ്ടായിരിക്കും എന്നൊരു ഇതുപോലെ നമുക്ക് റെഗുലറായിട്ട് വീഡിയോസും അത് ഇൻഫർമേഷൻ അവർക്ക് കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫേസ് മാക്സിമം കാണിക്കാൻ നോക്കുക. അതൊരു വേറെ ട്രിപ്പാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ നിങ്ങൾക്ക് കാണാം എൻഡ് സ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ വരുമ്പോൾ കഴിയുമ്പോൾ കുറേ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാൻ കാണാം. അപ്പോൾ ഇത് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കഴിയുമ്പോൾ നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസ് നമുക്ക് വരും. അത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് കൂടെ കൊടുക്കാൻ പറ്റും. അതുപോലെ എൻഡ് സ്ക്രീനും കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ മോഡിൽ വരുന്ന ലിങ്കും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ കൂടെ നമ്മുടെ വേറെ വീഡിയോസിലേക്കും റീച്ച് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് വേറൊരുമായിട്ട് ബന്ധപ്പെടുന്നത് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ ആഡ് കൊടുക്കുമ്പോൾ ഈ ഗൂഗിൾ ആഡ് നിങ്ങൾക്കറിയാം. ഗൂഗിൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവറിൽ സപ്പോർട്ട് വരില്ല. സബ്സ്ക്രൈബേഴ്സ് വരും, കൗണ്ട് ആവും, പക്ഷേ വാച്ച് അവറിൽ വരില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് രണ്ടും കൊടുക്കുമല്ലോ. നമ്മുടെ എൻഡ് സ്ക്രീനിലും മുകളിലും കൊടുക്കുന്ന വീഡിയോസിൽ നമുക്ക്
ഈ ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ ഈ വീഡിയോസ് റെക്കമെൻഡേഷൻ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാച്ച് ടൈം നമുക്ക് ഇതിൽ കയറും. അപ്പോൾ നമുക്ക് ആഡ് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൊടുക്കാൻ ശ്രദ്ധിക്കുക, മെയിൻ പോയിൻ്റാണ്. പിന്നെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഫസ്റ്റ് ചാനൽ തുടങ്ങുമ്പോൾ ആരും പ്രൊമോട്ട് ചെയ്യില്ല, അത് ആരോടും പറയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ചാനൽ ആരും വ്യൂസ് ഇല്ല, ആരും സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അതൊക്കെ ആരും നമ്മൾ പറയും. ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെയായിരുന്നു, നമ്മളിപ്പോൾ തുടങ്ങിയ ശേഷം ആരും എനിക്ക് റിലേറ്റീവിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പോൾ അതങ്ങനെ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക, നിങ്ങൾ നോക്കണ്ട. അപ്പോൾ എല്ലാവരോടും ഇത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ, ശരിക്കും വാട്സപ്പിൽ ഫസ്റ്റ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു നല്ലതല്ല, എന്നാലും ആൾക്കാരോട് നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടുപോകാനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മുടെ റിലേറ്റീവ്സ്, മെയിനായിട്ട് റിലേറ്റീവ്സ് കുറേ പേരുണ്ടെങ്കിൽ അപ്പോൾ അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം കിട്ടും. അപ്പോൾ വോക്കലി നമ്മൾ വെർബലി തന്നെ ഒന്ന് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് റീച്ച് എന്ന് വെച്ചാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൗണ്ട് കയറും. പിന്നെ വരാനുള്ളത് നമുക്ക് എന്താ വെച്ചാൽ പറയാം, നമുക്ക് റിലേറ്റീവ്സിനോട് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിനെ ഒന്ന് ഫേസ്ബുക്കിലോ അതുപോലെ അവരുടെ വാട്സപ്പ് ഷെയറിലോ അതുപോലെ അവർക്ക് അത്യാവശ്യം ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പിലോ ഒക്കെ ഇടാമെന്ന് ഷെയർ ചെയ്യാൻ പറയാം. അപ്പോൾ ഈ നമുക്കിപ്പോൾ ടെക് ചാനലൊക്കെ ആണെങ്കിൽ നമ്മുടെ അവരുടെ ഈ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും, അതുപോലെ അവർക്ക് ഉണ്ടാവുന്ന സബ്ജക്റ്റ് വരായിരിക്കും. അപ്പോൾ അതിലത്തെ കുറേ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരും. അതുപോലെ അപ്പോൾ അവർ നമ്മുടെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യും, അവർക്ക് വ്യൂ വരും. അപ്പോൾ നമുക്കതൊരു നമ്മുടെ ചാനലിനൊരു ബൂസ്റ്റാണ് ആക്ച്വലി. പിന്നെ നമ്മുടെ ഏറ്റവും മെയിൻ പോയിൻ്റാണ് നല്ല ഗുഡ് കണ്ടൻറ്റ് ഉണ്ടാക്കുക. വെറുതെ ഒരു എന്താ പറയുക, അപ്പുറത്തുനിന്ന് കോപ്പി ഇതൊക്കെ ഇടാണ്ടിരിക്കുക. പിന്നെ റിവ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും യൂട്യൂബ് ഇപ്പോൾ അപ്രൂവ് തരില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റ് നോക്കി, നല്ല കണ്ടൻറ്റ് നോക്കി വീഡിയോ ഉണ്ടാക്കുക. അപ്പോൾ അതിനെന്തായാലും നമുക്ക് റീച്ച് കിട്ടും. കുറച്ച് ലേറ്റ് ആയാലും തന്നെ റീച്ച് കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ നമുക്കൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് റെഗുലർലി നമ്മൾ അപ്ലോഡ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ദിവസം 3, 4, 5 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ലത്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സബ്ജക്ട്സുകളൊക്കെ കുറഞ്ഞ് വരുമല്ലോ. അപ്പോൾ മിനിമം ഒരു വീഡിയോ ഒരു 1 ഡേയിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുക, അത് ഗ്യാപ്പ് വരാണ്ട് നോക്കുക. അപ്പോൾ റെഗുലർലി നോക്കുക, പിന്നെ റെഗുലർ ടൈമിലും ഇടുക. അതൊരു മെയിൻ പോയിന്റ് തന്നെ ഉണ്ട്. നമുക്ക് അവൻ്റെ യൂട്യൂബിൻ്റെ അൽഗോരിതം ഇത് നമുക്ക് അതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക, നമുക്ക് പ്രൊമോഷൻ തരുക. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡേയിൽ നമുക്കിപ്പോൾ ഓരോ വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അൽഗോരിതത്തിൽ അത് കാൽക്കുലേറ്റർ ആവും, അത് നമുക്ക് പ്രൊമോഷൻ, അത് നമ്മുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അത് ശരിക്കും അൽഗോരിതം ബേസ്ഡ് നല്ലൊരു പോയിൻ്റാണ് ആക്ച്വലി. നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈമും നമ്മുടെ എന്താ പറയുക റെഗുലർലി പെർ ഡേ മിനിമം ഒരു വീഡിയോ കൂടെ ഇടുക. ഫസ്റ്റൊക്കെ നമുക്ക് കുറച്ച് വീഡിയോസ് ഇടാൻ പറ്റുമായിരിക്കും, പക്ഷേ പിന്നെ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഡെയിലി മിനിമം ഒരു വീഡിയോസ് വെച്ചിട്ട് ഒരു ഫിക്സഡ് ടൈമിൽ ഇടുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കിയാൽ മതി. ഈവനിങ്ങോ അതുപോലെ ഉച്ചയ്ക്കോ ഏറ്റവും ഭയങ്കര മോർണിംഗ് ഇടാണ്ടിരിക്കുക നല്ലത്, ഒരു ഉച്ചയ്ക്ക് ശേഷം ആ ടൈമിലൊക്കെ ഇടാൻ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഇപ്പോൾ എല്ലാവരും പറയും നമ്മുടെ ചാനലിൽ വീഡിയോസ് നമുക്കിപ്പോൾ ഭയങ്കര ലെങ്ത്ത് കുറഞ്ഞിട്ട് ഇടണമെന്ന്. അത് നിങ്ങൾ നോക്കണം, ലെങ്ത്ത് കുറഞ്ഞിട്ട് ഇടേണ്ട ശരിക്കും അങ്ങനെ അത്യാവശ്യമില്ല. ശരിക്കും എല്ലാവരും പറയുന്നത് 3 to 5 മിനിറ്റിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഇടാനാണ് പറയുക ഫസ്റ്റ്. പക്ഷേ അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മുടെ 20 വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 എണ്ണം അങ്ങനെ ഇടുക. അതിന് പിന്നെ ബാക്കി ഒരു 5-ൻ്റെയും 8-ൻ്റെയും ഇടയിൽ റേഞ്ചിലുള്ള ലെങ്ത്തുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതിപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ നോക്കിയിട്ട് അത് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു തന്നത്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ, നമ്മളിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ 𝙄𝙣𝙨 ചാനലിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കസ്റ്റമൈസേഷൻ, നമ്മുടെ ഫോട്ടോ കൊടുത്ത് നമ്മുടെ തീം എന്താ, അതുപോലെ നമ്മുടെ ബോട്ടിൽ നമ്മുടെ കുറിച്ച്, അതുപോലെ നമ്മുടെ ചാനലിനെ കുറിച്ച് അതൊക്കെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആൾക്കാരിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ അവർക്കൊരു ഗുഡ് ഇംപ്രഷൻ വരില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം ഗുഡ് ഇംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്കത് ഈ കാര്യത്തിൽ എല്ലാത്തിലും ഗുഡ് ഇംപ്രഷൻ നല്ലതാണ്. അപ്പോൾ അതൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവും, അത് നമ്മുടെ ചാനലിനെ വളർത്താൻ എന്തായാലും സഹായിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ ഇപ്പോൾ എൻ്റെ ഈ എക്സ്പീരിയൻസ് വെച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ടാണ് ഇപ്പോൾ ഇതിൽ ആക്റ്റീവായിട്ട് വന്നിട്ടുള്ളൂ. 1 year ആയിട്ടില്ല, അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടാണ്. അപ്പോൾ അത് ശരിക്കും ഈ സംഭവമൊക്കെ ഞാൻ റിയലായിട്ട് ഇട്ട് നോക്കിയിട്ടുള്ള പരിചയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എനിക്കറിയാം കുറേ പേര് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെ ഇതാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ളൊരു മെയിൻ ടിപ്സുകളാണ് എനിക്ക് പറഞ്ഞത്. ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഗ്യാരണ്ടിയാണ് നിങ്ങൾ നമ്മുടെ ഈ മോണിറ്റൈസേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫാസ്റ്റായിട്ട് നോക്കുക. അപ്പോൾ യൂട്യൂബ് ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ കൂട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്തു പോവുക. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് അതിനുള്ള റൂളുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ പോളിസി ചേഞ്ച് ചെയ്യാനുള്ള റൂൾ അവർക്ക് ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇനി ഇത് കൂടുന്നതിനായിട്ട് മുമ്പ് നമുക്ക് സോറി, അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഒന്നും ശരിക്കും 4 year വേണമെന്നാണ് ഞാൻ സംഭവം ബുട്ടി പോലെ സൗണ്ട് ആയിട്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ അപ്പോൾ മെയിൻ കാര്യം വന്നപ്പോൾ പിന്നെ നമ്മൾ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നമുക്കിപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിന്റ്സൊക്കെ നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോയിന്റ്സ് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ ചാനൽ നമ്മുടെ ഈ പറഞ്ഞ 1000 സബ്സ്ക്രൈബേഴ്സിലും അതുപോലെ 4000 വാച്ച് അവറിലേക്ക് എന്തായാലും എത്തും. ഗ്യാരണ്ടിയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അത് ചെയ്തിട്ട് എത്തിയതാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഗ്യാരണ്ടി ഇടുന്നൊക്കെ പറയുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇവിടെ ചോദിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ എല്ലാം ഇതിൽ ഹെൽപ്പ് സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ചാനലിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.